ഗുഡ് മോർണിംഗ് ബിലവഡ്. ഞാനിപ്പോൾ ഹിമാചൽ പ്രദേശിലാണുള്ളത്. നിങ്ങൾക്ക് എൻ്റെ പുറകിലുള്ള മഞ്ഞുമലകൾ കാണാൻ സാധിക്കും. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നലെ ഇവിടെ അതിശക്തമായ മഴയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു ഇന്നത്തെ സർവീസ് പുറത്തിരുന്ന് ചെയ്യണമെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ പോലെയാണ്. അപ്പോൾ ആരുടെ അധികാരത്തിലാണല്ല. ഞാൻ ഇന്ന് രാവിലെ ഡേവിഡിനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്നെനിക്ക് തെളിഞ്ഞ ആകാശം വേണം. ഞാൻ താമസിച്ചിരിക്കുന്ന റിസപ്ഷനിൽ നിന്ന് അവരെന്നോട് പറഞ്ഞു, ഇന്നത്തെ ഫോർകാസ്റ്റിൽ മഴയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നോക്കാമെന്ന്. നിങ്ങൾക്ക് പുറകിലെ മഴകളിലെ മഞ്ഞുകൾ പോലും തെളിഞ്ഞു കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വളരെ ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഈ കാര്യം പറയുക പോലും ചെയ്തില്ല, മനസ്സിൽ ആഗ്രഹിക്കുക മാത്രം ചെയ്തു. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ പോലും പൂർത്തീകരിക്കുന്നവനാണ് എൻ്റെയും നിങ്ങളുടെയും പിതാവ്. ഇന്ന് വളരെ അത്ഭുതകരമായ ഒരു സന്ദേശമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് അധികാരത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ദൈവിക സ്വഭാവം, സ്വർഗീയ സ്വഭാവം നിങ്ങളിലുള്ളതിനെ കുറിച്ചാണ്. ഞങ്ങളെ ഓൺലൈനിൽ കാണുന്നവർക്ക് ഈ വീഡിയോയുടെ താഴെ ഒരു PDF ഫയൽ ഉണ്ടാവും. അതിൽ എല്ലാ വചനങ്ങളും എന്ന് വായിക്കുന്നത് നമുക്ക് ലഭിക്കുന്നതാണ്. വരും നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഇന്നത്തെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത് അധികാരം അല്ലെങ്കിൽ സ്വർഗീയ സ്വഭാവത്തിൽ വിശ്രമിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ ഇന്ന് കേൾക്കുന്നവരെല്ലാം നല്ലതായിരിക്കും. ഞങ്ങളുടെ പഴയ വീഡിയോകൾ പുത്രത്വത്തെക്കുറിച്ചുള്ളതും ദൈവത്തിൽ നിന്ന് ജനിച്ചതിനെ കുറിച്ചുള്ളതും കാണുകയാണെങ്കിൽ, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അടിസ്ഥാനം അത് നന്നായി ഉറയ്ക്കുവാൻ സാധിക്കും, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ളതിൽ. എന്തുകൊണ്ടെന്നാൽ ഈ മെസ്സേജുകളെല്ലാം നിങ്ങൾക്കൊരു നല്ല അടിസ്ഥാനം ഉണ്ടാകുവാൻ കാരണമായി തീരും. നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ക്രിസ്തുയേശുവിൽ എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ഇത് പഠിക്കാം. പ്രമാണം അല്ലെങ്കിൽ നിയമം എന്താണ്? ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ ഭൂമിയിൽ ഒരു നിയമമുണ്ട്, ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ലോ ഓഫ് ഗ്രാവിറ്റി. ഇത് സത്യമാണ്. ഞാൻ ഈ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ് എങ്കിൽ ഞാൻ തീർച്ചയായും താഴെ വീഴും, അത് ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്തുകൊണ്ടെന്നാൽ അത് ഈ ഭൂമിയുടെ ഒരു നിയമമാണ്, ഇവിടെ ജീവനുള്ള ഒരു നിയമമാണ്. ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തിൽ ഒരു നിയമമുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ചെറിയ കട്ട ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളത് ഒട്ടിച്ചാലും അവിടെ മരുന്ന് തേച്ചാലും നിങ്ങൾക്കറിയാമോ, അവിടെ തന്നെത്താൻ ആ മുറിവ് അവിടെ ഉണങ്ങുവാനിടയായിത്തീരും. ഒരുപാട് സമയം മുമ്പ് എൻ്റെ ഈ കയ്യിൽ സ്റ്റീം അയൺ കൊണ്ട് പൊള്ളുവാനിടയായി. കുറച്ച് സമയത്തിന് ശേഷം അവിടെ തന്നെത്താൻ ഒരു വെള്ളത്തിൻ്റെ ഒരു നീർക്കെട്ടുണ്ടായി. എന്തുകൊണ്ടെന്നാൽ അവിടെ ആ പൊള്ളിയ സ്ഥലത്ത് അവിടെ കുറച്ച് തണുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കൈ എപ്പോഴെങ്കിലും പൊള്ളുകയാണെങ്കിൽ ആൾക്കാർ നിങ്ങളോട് പറയും, നിങ്ങളതൊരു വെള്ളത്തിൻ്റെ അടിയിൽ, തണുത്ത വെള്ളത്തിൽ കാണിക്കാനായിട്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ തന്നെത്താൻ അവിടെ ഒരു വെള്ളത്തിൻ്റെ നീർക്കെട്ടുണ്ടാവാനിടയാവും. ഞാൻ കണ്ടു, എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമത്തെ ഞാൻ കണ്ടു, തന്നെത്താൻ ആ മുറിവിനെ ഉണക്കുകയും ചെയ്യുന്ന. വചനം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിലാണ് എങ്കിൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലാണ്. ഇപ്പോൾ നിങ്ങളൊരു ജീവന്റെ പ്രമാണത്തിലാണ്. അതിൻ്റെ മുൻപോട്ടുള്ള വചനവും നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായത്തിലുള്ളത്. ഇവിടെ പൗലോസ് എഴുതുകയാണ് തൻ്റെ ചിന്തകളോട് പോരാടുന്ന പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പറയുകയാണ്, ഞാൻ കാണുകയാണ് വേറൊരു രീതിയിലുള്ള ഒരു പ്രമാണം എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. പറയുകയാണ്, എപ്പോഴും ഈ പോരാട്ടം പോരാടുന്നു. ആരാണ് ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരുന്നത്? നമുക്ക് വായിക്കാം. റോമർ 7-ാം അധ്യായത്തിന്റെ 22. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസ് പറയുകയാണ്, എന്നെ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കുമെന്ന്. നമുക്ക് മുന്നോട്ട് നോക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. 8-ാം അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം അത് നമ്മുടെ ശരീരത്തിലുണ്ട്.
അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ആവശ്യമാണ് യേശു ശരീരത്തിൽ മരണം അനുഭവിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ പാപത്തിന്റെയും മരണത്തിന്റെയും ദോഷം അത് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം ശരീരത്തിൽ വഹിച്ചു. മുന്നോട്ട് 3-ാം വാക്യം വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പാപത്തിനും വേണ്ടിയുള്ള ശിക്ഷ യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. മുന്നോട്ട് വായിക്കാം 4-ാം വാക്യം. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അർത്ഥം ഇതാണ്, ഇപ്പോൾ ഞാൻ ശരീരത്തിന്റെ പ്രവൃത്തികൾക്കനുസരിച്ചല്ല ഞാൻ എന്റെ തിരിച്ചറിവ് കാണുന്നത്. എന്റെ എല്ലാ തിരിച്ചറിവുകളും ആത്മാവിലൂടെയാണ്. 5-ാം വാക്യം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. എന്തുകൊണ്ടെന്നാൽ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. നിങ്ങളുടെ വീണ്ടും ജനനം പ്രാപിച്ചു എങ്കിൽ നിങ്ങളിപ്പോൾ ശരീരത്തിലല്ല, നിങ്ങൾ ആത്മാവാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 10-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ വചനത്തെ നമുക്ക് ധ്യാനിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതിന്റെ അർത്ഥം ഇതാണ്, ശരീരം മരിച്ചതാണ്, പക്ഷേ നിങ്ങളുടെ ആത്മാവ് അത് ജീവനുള്ളതാണ്. ഈ ആത്മാവാണ് നിങ്ങളുടെ ഈ നശിച്ചു പോകുന്ന ശരീരത്തെയും ജീവിപ്പിക്കുന്നതും അതിന് ജീവൻ നൽകുന്നതും. നമ്മൾക്ക് പഴയ നിയമത്തിൽ ഭൂമിയുടെ ഉൽപ്പത്തിയെ നോക്കുകയാണെങ്കിൽ ദൈവം നോക്കിയതിനെ എല്ലാം ആത്മാവിന്റെ രൂപത്തിലാണ് കണ്ടത്. ദൈവം ഒരിക്കലും നമ്മുടെ ശരീരത്തെ അല്ല നോക്കുന്നത്. പാപം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല വരുന്നത്. നമ്മൾ ക്രിസ്തുവിലല്ല എങ്കിൽ നമ്മൾ പാപിയാണ്. നമ്മൾ ക്രിസ്തുവിലാണ് എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവം നമ്മുടെ ശരീരത്തെയല്ല നോക്കുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതെല്ലാം, ക്രിസ്തുവിൽ ഇല്ലാത്തതെല്ലാം മരണത്തിലാണ്. ക്രിസ്തുവിലുള്ളവരെ അവൻ ജീവനുള്ളതായി കാണുന്നു. ഈ കാര്യത്തിൽ നമുക്ക് ധ്യാനിക്കാം. ആദം പാപത്തിൽ വീണപ്പോൾ എന്താണ് ആദ്യം സംഭവിച്ചത്? അവന്റെ ആത്മാവ് മരിച്ചു. അവൻ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചതിലൂടെ അവന്റെ മനസ്സ് അത് മരിക്കുവാനിടയായി. നിങ്ങൾക്കറിയാമോ, ആദമിന്റെ മരണം ശരീരത്തിൽ 930 വർഷം വരെ മരണം വന്നില്ല. അവൻ പഠിക്കുകയായിരുന്നു ശരീരം എങ്ങനെയാണ് മരണത്തിലേക്ക് പോകുന്നതെന്ന്. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ശരീരം അത് നിങ്ങളുടെ ആത്മാവിന്റെ തിരിച്ചറിവിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആദാമിന്റെ ആത്മാവ് മരിച്ചതായിരുന്നു. അവന്റെ പ്രാണൻ, അവന്റെ മനസ്സും അത് മരണത്തിലേക്ക് പോകാൻ പഠിക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ശരീരം പഠിക്കുന്നു നിങ്ങളുടെ ആത്മാവിന്റെ തിരിച്ചറിവിലൂടെ. ഇപ്പോൾ നിങ്ങളുടെ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മരണത്തിലല്ല, നിങ്ങൾ ജീവനുള്ള വ്യക്തിയാണ്. വചനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആത്മീയ തിരിച്ചറിവിലൂടെയാണ് പഠിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തിലൂടെ, അതിന്റെ അർത്ഥം ഇതാണ്, നേരത്തെ ഉണ്ടായിരുന്ന സത്യങ്ങൾ, നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചതിലൂടെ ഉണ്ടായ ആ സത്യത്തെ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ സത്യത്തിൽ നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശരീരവും ആ ആത്മാവിന്റെ തിരിച്ചറിവിലൂടെ പഠിക്കുവാൻ തുടങ്ങും. അതൊരു വിശ്രമമാണ്. നിങ്ങൾക്ക് ഈ സത്യം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ പാപിയല്ല, നിങ്ങൾ ക്രിസ്തുവിൽ ഇപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവം ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവരെല്ലാം ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ തിരിച്ചറിവ് മാത്രമാണ് അവൻ നോക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിലല്ല എങ്കിൽ നിങ്ങൾ പാപിയാണ്. നിങ്ങൾ ക്രിസ്തുവിലാണ് എങ്കിൽ നിങ്ങൾ ഒരു ആത്മീയ ക്ഷേത്രത്തിലാണ്, നിങ്ങളൊരു പുത്രനാണ്. ഇത് സത്യമാണ്. ഇത് നമ്മുടെ ആത്മീയ തിരിച്ചറിവാണ്. ആരെങ്കിലും അവരുടെ തിരിച്ചറിവ് അവരുടെ ശരീരത്തിലൂടെയാണ് അവർ തിരിച്ചറിയുന്നതെങ്കിൽ അവരവരുടെ തന്നെത്താൻ ചതിക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു.
ഈ വചനത്തിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കാണുന്നതെല്ലാം അത് ഗ്രീക്ക് ട്രാൻസ്ലേഷനാണ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ മനസ്സിന്റെ കണ്ണ്, നിങ്ങളുടെ തിരിച്ചറിവിന്റെ കണ്ണ്. നമ്മൾ പഠിച്ചു, ആദം പാപം ചെയ്തപ്പോൾ അവന്റെ ഒരു കണ്ണ് അടഞ്ഞു, ഒരു കണ്ണ് തുറന്നു. ആദമിന്റെ മുഴുവൻ അസ്തിത്വവും അത് 5 ഇന്ദ്രിയത്തിലൂടെയാണ് ശരീരത്തിൽ നിന്ന് ലഭിക്കുന്നത്. അത് നോക്കുന്നതും കാണുകയും മണക്കുകയും രുചിക്കുകയും തൊട്ടുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് അവൻ തുടങ്ങുന്നത്. പക്ഷെ ഒരു ആത്മീയ വ്യക്തി എന്ന് പറയുന്നത് ആത്മീയ തിരിച്ചറിവിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: പിതാവ് എന്നെയും കുറിച്ച് പറയുന്ന വചനം പറയുന്നതിലാണ് സത്യം. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി 6:22. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ വചനത്തിൽ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന കാണുന്നത് അതെല്ലാം ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ആണ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിന്റെ കണ്ണ്, അത് നിങ്ങളുടെ അറിവിനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചു, ആദം പാപം ചെയ്തപ്പോൾ അവന്റെ ഒരു കണ്ണടഞ്ഞ് ഒരു കണ്ണ് തുറക്കുവാനിടയായി. ആദമിന്റെ മുഴുവൻ അസ്തിത്വവും 5 ഇന്ദ്രിയത്തിലൂടെ, ശരീരത്തിലൂടെയാണ് ലഭിച്ചിരുന്നത്. കാണുന്നതിലൂടെയും കേൾക്കുകയും ശ്വസിക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അവൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഒരു ആത്മിക് വ്യക്തി എന്ന് പറയുന്നത് ആത്മീയ തിരിച്ചറിവിലൂടെയാണ്. പിതാവും, അതിന്റെ അർത്ഥം എന്താണ്? പിതാവും വചനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് സത്യം. ദൈവവചനം സത്യം സംസാരിക്കുന്നു. നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം അതൊരു ഭ്രമമാണ്. വചനത്തെ നോക്കുക. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. നമ്മുടെ മനസ്സിന്റെ കണ്ണ്, നമ്മുടെ അറിവ്. കണ്ണ് ചൊവ്വുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു മനസ്സ് ശുദ്ധമായ, വിഭജിച്ചിട്ടില്ലാത്ത, കേന്ദ്രീകരിക്കുക, ഇരട്ടിയല്ലാത്തത്, വിശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ദൈവം ഇസ്രയേലിയരെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ തിരഞ്ഞെടുത്ത, മുൻ നിയമിച്ച സ്ഥലത്തേക്ക്, അതിന്റെ അർത്ഥം ഇതാണ്: അവൻ നമ്മെ ദാസത്വത്തിൽ നിന്നും അവൻ നമ്മളെ സമാധാനം നിറഞ്ഞ് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അവിടെ കേടുള്ളത് എന്തായിരുന്നു? ഇസ്രയേലിയരുടെ മേൽ മിസ്രൈമിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? അവരവിടെ ക്രൂരത അനുഭവിക്കുകയായിരുന്നു. അവരുടെ മുകളിൽ ക്രൂരതയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അവിടെ ദാസന്മാരായിരുന്നു. അവർ സമാധാനത്തിലല്ലായിരുന്നു. അവർക്കൊരു വിശ്രമമില്ലായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ വിയർപ്പൊലിപ്പിക്കുന്നതിലൂടെ, അവർക്ക് രക്തത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. അവർക്കൊരു യജമാനൻ ഉണ്ടായിരുന്നു. അത് എപ്പോഴും അവരുടെ മുകളിൽ അവർക്ക് പ്രഷർ കൊടുത്തുകൊണ്ടിരുന്നു. അവർ ജോലി ചെയ്യാതിരുന്നപ്പോൾ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അങ്ങനെ ഒരു അറിവിലായിരുന്നു, ഒരു ദാസത്വത്തിന്റെ അവസ്ഥയിലായിരുന്നു, അടിമകളായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. എല്ലാം ബുദ്ധിമുട്ടിലൂടെ മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ദൈവം അവരെ ഇസ്രയേലിൽ നിന്ന്, ആ ദാസത്വത്തിൽ നിന്നും വിടുവിച്ച് അവരെ വിശ്രമത്തിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് അവരെ തയ്യാറെടുക്കുകയാണ്. അവിടെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ, ഏത് സ്ഥാനത്തിനു വേണ്ടി അവർ ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത, അവർ അധ്വാനിച്ചിട്ടില്ലാത്ത, അത് നേരത്തെ അവർക്ക് വേണ്ടി അവിടെ തയ്യാർ ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക്, എല്ലാം ചെയ്തു വെച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വചനം പറയുകയാണ്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: എന്റെ തിരിച്ചറിവ് ഒന്നാകുമ്പോൾ, വിശ്രമത്തിലായിരിക്കുമ്പോൾ, ഞാൻ എവിടുന്നാണ് വന്നത് എന്ന്, അപ്പോൾ എന്റെ മുഴുവൻ ശരീരവും പ്രകാശമുള്ളതായി തീരും. കണ്ണ് കേടുള്ളതെങ്കിലോ, അതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ തിരിച്ചറിവിൽ പുത്രനെ കുറിച്ചുള്ള തിരിച്ചറിവില്ല എങ്കിൽ, നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് ആ ദാസത്വത്തിലും അടിമത്തത്തിലുമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പാപിയായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശരീരവും ഇരുട്ടുള്ളതായി തീരും. ഇവിടെ ഒരു സത്യം എഴുതിയിരിക്കുകയാണ്: നിങ്ങൾ എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിൽ ഉണരുന്നുവോ, നിങ്ങളുടെ ശരീരവും പ്രകാശമുള്ളതായി തീരും. ഇതിൽ എന്താണ് ഇവിടെ ചൊവ്വുള്ളതിലും കേടുള്ളതിലും തിരിച്ചറിവിൽ എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്? ഇതാണ്, ഒരു പുത്രൻ ഒരിക്കലും മറക്കുകയില്ല അവൻ ആരാണെന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യാക്കോബ് 1:22. എത്രയധികം നമ്മൾ വചനം വായിക്കുന്നുവോ നമുക്ക് കാണാൻ സാധിക്കും അധികം സ്വർഗീയ സ്വഭാവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അധികാരമല്ല, ഒരു സ്വർഗീയ സ്വഭാവം, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്വർഗീയ സ്വഭാവം. അത് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങൾ അവനിൽ വിശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ മത്തായി 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, നമ്മളുടെ കണ്ണ് എങ്ങനെയാണ് നമ്മുടെ തിരിച്ചറിവ് ഒന്നാകുമ്പോൾ, നമ്മൾ ശുദ്ധമുള്ളതാകുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും എങ്ങനെയാണ് പ്രകാശമയമാകുന്നതെന്ന്. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു.
സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ തിരിച്ചറിവിലൂടെ ആ കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യുകയാണ്. വചനം പറയുകയാണ്, മറന്നു പോകാതിരിക്കുമ്പോൾ. നിങ്ങളൊരു ഭാരതീയനായിരിക്കുന്നത് പോലെ നിങ്ങൾ ശ്രീലങ്കയിൽ പോവുകയാണ്. എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് കൂടി ഇരിക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കും, നിങ്ങളെ കാണാനിരിക്കുന്നത് ഒരുപോലെ ആയിരിക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ ഒരു ഭാരതീയനാണ് എന്നുള്ള കാര്യം. ചിലപ്പോൾ നിങ്ങളുടെ മിത്രം ശ്രീലങ്കയുടെ സർക്കാരിനെ കുറിച്ച് സംസാരിക്കാം, അവരെങ്ങനെയാണ് അധികം നിയമങ്ങളെ കൊണ്ടുവരുന്നതെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല. ശ്രീലങ്കൻ സർക്കാർ എന്താണ് അവിടെ നിയമം കൊണ്ടുവരുന്നത്, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എങ്ങനെ നിങ്ങൾ അടിമത്തത്തിൽ ആയിരിക്കും? നിങ്ങൾ മറന്നു പോകുമ്പോൾ, നിങ്ങൾ ആരാണെന്ന് മറന്നു പോകുമ്പോഴാണ്. ഇതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം ഇതാണ്, നമ്മൾ മറന്നു പോകരുതെന്ന് യേശു നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഈ കാര്യം, നമ്മൾ മറന്നു പോകരുത് നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ് എന്നുള്ളത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എത്രയധികം വിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവന്റെ ആത്മാവിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെത്താൻ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്കതിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതൊരു നിയമമാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളത്. യേശു ഭൂമിയിൽ വന്നു, അവൻ വെള്ളത്തിന്റെ മുകളിൽ നടന്നു, അവൻ ഭിത്തിയുടെ അപ്പുറത്തേക്ക്, ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് അവൻ പോയി. അവൻ ഈ ഭൂമിയിലുള്ള എല്ലാ നിയമങ്ങളുടെയും മുകളിലായിരുന്നു അവന്റെ സ്വഭാവത്തിലൂടെ. എന്തുകൊണ്ടെന്നാൽ അവൻ വേറൊരു രാജ്യത്തു നിന്ന് വന്നതായിരുന്നു. അവൻ ഒരിക്കലും അവന്റെ തിരിച്ചറിവിനെ കുറിച്ച് ഇരുമനസ്സുള്ളവനായിരുന്നില്ല. അവനൊരു സംശയവുമില്ലായിരുന്നു അവൻ എവിടെ നിന്നാണ് വന്നതെന്ന്. അവന്റെ തന്നെത്താനുള്ള തിരിച്ചറിവിലൂടെ അവൻ വിശ്രമത്തിലായിരുന്നു. യേശു എല്ലാം ഇസ്രയേലിയരെയും പോലെ തന്നെയായിരുന്നു അവനെ കാണാൻ, അങ്ങനെ തന്നെയായിരുന്നു ഇരുന്നത്. അവരെല്ലാം അറിഞ്ഞിരുന്നു ഇവൻ നമ്മളെ പോലെയാണ് കാണാനെങ്കിലും ഇവൻ നമ്മളിലുള്ളവനല്ല എന്ന്. അവൻ യേശു ക്രിസ്തുവായിരുന്നു, ദൈവത്തെ പോലെ. ഇപ്പോൾ നിങ്ങളും ആ യേശുവിനെ പോലെയാണ്. ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു, പക്ഷെ ഇന്നത്തെ ഫോർകാസ്റ്റും മഴയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും സത്യമാകുകയാണ് ഞാൻ ആരാണെന്ന് ഞാൻ മറക്കാതിരിക്കുമ്പോൾ. ഞാൻ തന്നെത്താൻ എന്നെ തന്നെ ഞാൻ ദൈവപുത്രൻ എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഞാൻ ദൈവത്തിന്റെ മകനാകാൻ വേണ്ടിയല്ല ഞാൻ അത് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്, ഞാൻ മറന്നു പോകരുത്. എന്തുകൊണ്ടെന്നാൽ എപ്പോഴും ഞാൻ ഈ മനുഷ്യരുടെ മണ്ഡലത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ തിരിച്ചറിവിനെ കുറിച്ച്, എന്റെ ആത്മീയ തിരിച്ചറിവിന്റെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ 1:10. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എനിക്കും നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത്, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ മറന്നു പോകരുത് നമ്മൾ ഒരു സ്വർഗീയ ജാതിയാണെന്നുള്ള കാര്യം. ഉദാഹരണം ആയിട്ട് സൂപ്പർമാൻ എവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ അവനൊരു കസേരയിൽ ഇരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും അവൻ സംസാരിക്കുകയാണെങ്കിലും അവൻ ആരെങ്കിലും പറയുന്ന കേൾക്കുകയാണെങ്കിലും അവൻ മറക്കുന്നില്ല അവൻ എവിടെ നിന്നാണ് വന്നതെന്ന്. അവനറിയാം അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്, അവനൊരു വ്യത്യസ്തനായ വ്യക്തിയാണ്. അവൻ പറക്കും, അവന് രോഗമുണ്ടാകാറില്ല. മനുഷ്യൻ അതിനെ കണ്ട് ഉത്സാഹിക്കപ്പെടും. പക്ഷെ അവൻ എല്ലാ ചെറിയ കാര്യങ്ങളിലും അവൻ ഒരിക്കലും അവന്റെ അസ്തിത്വത്തെ മറക്കത്തില്ല, അവൻ എവിടെ നിന്നാണ് വന്നതെന്ന്. അവന് എല്ലാ സാമർത്ഥ്യങ്ങളും എല്ലാം അവന്റെ അകത്തുണ്ട്, എല്ലാ ശക്തിയും അവന്റെ അകത്തുണ്ട്. അതുപോലെയാണ് ഞാനും നിങ്ങളും. വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, പറയുകയാണ് നമ്മൾ മറന്നു പോകരുത് നമ്മൾ എവിടെ നിന്നാണെന്ന്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 45-ാം വാക്യം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നോ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഞാനും നിങ്ങളും ഇപ്പോൾ സ്വർഗീയരാണ്. മുന്നോട്ട് വായിക്കാം. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനം സ്വർഗത്തിൽ നടന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവനെ കാണേണ്ടത്? നമ്മൾ എപ്പോഴാണ് നമ്മുടെ ആ ജീവനെ കാണുന്നത്? നമ്മുടെ കണ്ണ് ശുദ്ധമായിരിക്കുമ്പോഴും ശാന്തമായിരിക്കുമ്പോഴും നമ്മുടെ തിരിച്ചറിവ് അതൊരു ശാന്തിയിലും വിശ്രമത്തിലായിരിക്കുമ്പോഴും. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് നിങ്ങൾ ശങ്കിക്കത്തില്ല. പിന്നെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് ശങ്കിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ വിശ്രമം നിങ്ങളുടെ തിരിച്ചറിവിൽ, നിങ്ങളുടെ അസ്തിത്വത്തിലായിരിക്കും, നിങ്ങളുടെ തുടക്കത്തിലായിരിക്കും. അപ്പോൾ ആ ജീവൻ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ജീവനിലേക്ക് ഒഴുകുവാൻ തുടങ്ങും.
പിന്നെ ആ ജീവൻ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ, പിന്നെ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ തിരിച്ചറിവ്, പിന്നെ ഒരിക്കലും ഇരുമനസ്സുണ്ടാവുകയില്ല നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച്. പിന്നെ ആ ജീവന്റെ വ്യവസ്ഥ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. വചനത്തിൽ നിന്ന് വായിക്കാം. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവിൽ നമ്മൾ ഉണരാൻ വേണ്ടി. ഇത് വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഇതിനു മുമ്പും നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇതിനു മുമ്പ് വിശ്വസിച്ചിരുന്നു. നമ്മൾ ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലത്തിലൂടെ നമ്മൾ എന്തൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പഠിച്ചോ എല്ലാം നമ്മൾ വിശ്വസിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശരീരവും അതിനനുസരിച്ചാണ്, നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ചലിക്കുന്നതെന്ന്. ചിലര് 40 വയസ്സിന് ശേഷം ചിലയധികം രോഗങ്ങൾ വരുമെന്ന് വിശ്വസിക്കുന്നു. അത് അവരുടെ ശരീരത്തിൽ കാണുവാനും ഇടയായിത്തീരുന്നു. നിങ്ങളിൽ എത്ര പേർ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ കട്ടിലിൽ നേരെ കിടക്കുന്നവരുണ്ട്? നിങ്ങളുടെ മനസ്സ് ശാന്തമല്ല എങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദന എവിടെയെങ്കിലും ഉണ്ടാകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ വേദന ഉണ്ടാവുന്നത്? നിങ്ങളുടെ ശരീരം വിശ്രമിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സിന് വിശ്രമമില്ലാത്തത് കൊണ്ട്, അശാന്തി ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സിനനുസരിച്ചാണ് ചലിക്കുന്നത്. നിങ്ങൾ ശാന്തമായ മനസ്സോടെ സമാധാനത്തോടെ ഉറങ്ങാൻ പോയാൽ നിങ്ങളുടെ ശരീരവും സമാധാനത്തോടെ ശാന്തിയോടെ ഇരിക്കും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 16-ാം വാക്യം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനി മേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. വചനം പറയുന്നു, നമ്മൾ ആരെയും ജഡപ്രകാരം ഇനി അറിയുന്നില്ല. ഇതിന്റെ അർത്ഥം ഇതാണ്: പ്രിയ, നീ നിന്റെ തിരിച്ചറിവ് ശരീരത്തിനനുസരിച്ചല്ല ഉണ്ടാകേണ്ടത്. ആദം മണ്ണുകൊണ്ട് നിർമ്മിച്ചവനായിരുന്നു, അതുകൊണ്ട് അവന്റെ ശരീരവും അങ്ങനെയുള്ളതായിരുന്നു. പക്ഷെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ആരെയും ഇനി ജഡപ്രകാരം അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെത്താൻ എപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ എന്നെ കാണുന്നത് പോലെയല്ല ഞാൻ എൻ്റെ തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ എന്നെ തന്നെ ആത്മാവിന്റെ തിരിച്ചറിവിൽ നോക്കാൻ തുടങ്ങാനായിട്ട്. വിശ്വസിക്കുക, പിതാവ് എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതിൽ വിശ്വസിക്കുക. പിതാവ് നമ്മളെക്കുറിച്ച് പറയുന്ന സത്യങ്ങളിൽ. പക്ഷെ ഈ വചനം എന്ന് പറയുന്നത് ഇത് അനന്തമായ സത്യമാണ്. അതുകൊണ്ട് ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ഞാനും നിങ്ങളും ഇപ്പോൾ ക്രിസ്തുവിലാണ്. അതെ, നമ്മൾ ക്രിസ്തുവിലാണ്. അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ജാതി, സ്വർഗത്തിൽ നിന്ന് ജനിച്ചത്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ എല്ലാ പഴയ കാര്യങ്ങളും കഴിഞ്ഞുപോയി. എല്ലാ പഴയ കാര്യങ്ങളും എന്താണെങ്കിലും പാരമ്പര്യമായി ലഭിച്ചതാണെങ്കിലും എല്ലാം കഴിഞ്ഞുപോയി. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം നമ്മോട് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോടുകൂടെ നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഇവിടെ നോക്കുക, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു നമ്മൾക്ക് വേണ്ടി സ്വയമായിട്ട് പാപമായി തീർന്നു, ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരാകാൻ വേണ്ടി. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 12-ാം അധ്യായം 2-ാം വചനം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. ആ പുതുക്കി എന്നുള്ളതിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ശബ്ദം എന്ന് പറയുന്നത് മെറ്റാമോർഫോ എന്നാണ്. ഈ ശബ്ദത്തിൽ നിന്നാണ് മെറ്റാമോർഫിസിസ് ഉണ്ടായത്. നിങ്ങൾക്കറിയാമോ, ഒരു ചിത്രശലഭം എന്ന് പറയുന്നത് ഒരു പുഴുവിൽ നിന്നാണ് പതിയെ ഒരു ചിത്രശലഭത്തിന്റെ രൂപത്തിലേക്ക് ആയിത്തീരുന്നത്. അത് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നാണ് ഈ ശബ്ദം ഉണ്ടായത്. വേറൊരു അർത്ഥം രൂപാന്തരം എന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഇതാണ്: വേറൊരു രൂപം സ്വീകരിക്കുക. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഭൂമിയിലുള്ളതുപോലെ ഈ ലോകത്തിന് സദൃശ്യരാകരുത്, നമ്മൾ അനുരൂപരാകരുത്. അതിന്റെ അർത്ഥം ഇതാണ്: നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതല്ല, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് നിങ്ങൾ കാണുന്നതിലൂടെ നമ്മൾ നമ്മുടെ തിരിച്ചറിവ് ഉണ്ടാക്കാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിലുള്ളതെല്ലാം ഒരു ഭ്രമമാണ്.
ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. 2 കൊരിന്ത്യർ 4:13 അവിടെ ടൈറ്റിൽ എഴുതിയിരിക്കുകയാണ്, വിശ്വസിക്കുക എന്നതൊരു നിർണയമാണ്. നിങ്ങളുടെ മനസ്സ് പുതുക്കുക എന്നുള്ളത്, വിശ്വസിക്കുക എന്നുള്ളതും എല്ലാ കാര്യങ്ങളും പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച ആ നിമിഷം അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. നിങ്ങളിതിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ സത്യം ഒരിക്കലും മാറുകയില്ല. 2 കൊരിന്ത്യർ 4:13 ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. വിശ്വസിക്കുക എന്നതൊരു നിർണയമാണ്. നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും ആളുകൾ ഇത് അംഗീകരിക്കാറുണ്ട്, പക്ഷെ ഇത് വിശ്വസിക്കാറില്ല. വിശ്വസിക്കുക എന്നതൊരു ഭാവനയല്ല, വിശ്വസിക്കുക എന്നതൊരു നിർണയമാണ്. ഇതെന്റെ നിർണയമാണ്. ഞാൻ വചനം വായിക്കുമെന്നുള്ളത്, ഞാൻ എൻ്റെ തിരിച്ചറിവിനെ കുറിച്ച് അറിയുന്നു എന്നുള്ളതും. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ വചനം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഈ സത്യത്തെക്കുറിച്ച് വായിക്കുമ്പോൾ എന്തുകൊണ്ടെന്നാൽ ഞാൻ അത് ആകാൻ പോകുന്നത് കൊണ്ടല്ല, അതെന്നിലേക്ക് ആ വിശ്രമം, ആ ജീവന്റെ വ്യവസ്ഥ എനിക്ക് വേണ്ടി അപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ വിശ്രമം എന്നിലേക്ക് കൊണ്ടുവരും. ആ വിശ്രമത്തെ എന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ജീവന്റെ വ്യവസ്ഥ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു നിയമമാണ് തന്നെത്താൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ആ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക്, ഇപ്പോൾ പിതാവ് എന്നിലാണ്. അപ്പോൾ ഒരു നിയമം ഇപ്പോൾ എന്നിൽ പ്രവർത്തിക്കുന്നു, ഒരു വ്യവസ്ഥ എന്നിൽ പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്രമിക്കാൻ പതിയെ തുടങ്ങുമ്പോൾ ആ പ്രമാണം എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ എൻ്റെ സ്വഭാവത്തിലുണ്ട്, ഞാനിത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതാണ് സത്യം. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ തന്നെത്താൻ ആ സത്യത്തെ പറയുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാം. നമുക്ക് വായിക്കാം, റോമർ 4-ാം അധ്യായം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലാതാനും. തിരുവെഴുത്തെന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. ദൈവം അബ്രഹാമിനെ ആകാശം കാണിച്ചു, പിന്നെ പറഞ്ഞു, ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ പോലെ നിന്റെ വംശത്തെ ഞാൻ ആക്കുമെന്ന്. അബ്രഹാം അതിൽ വിശ്വസിച്ചു. വചനം പറയുന്നു, അത് അവന് വേണ്ടി നീതി ആയിട്ട് എണ്ണപ്പെട്ടു. അവൻ വിശ്വസിച്ചു, പിതാവ് അവനെ കുറിച്ച് പറഞ്ഞതിൽ. മുന്നോട്ട് നമുക്ക് വായിക്കാം, റോമർ 10-ാം അധ്യായം 5-ാം വാക്യം മുതൽ. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശെ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കേണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പുത്രനാണ് എന്ന്, അപ്പോൾ അത് നീതിയായി കണക്കിടും. രക്ഷയ്ക്കായിട്ട് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് അവനോട് കൂടെ ആവുക. ഇതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയാണ് നിങ്ങൾ പുത്രനാണെന്ന് എല്ലാ അവസ്ഥയിലും. വെറുതെ ഞാൻ പുത്രനാണെന്ന് പറയുന്നതല്ല, നമ്മളിപ്പോൾ അറിയുക നമ്മൾ ദൈവത്തിന്റെ പ്രിയ പുത്രന്മാരാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ ദൈവം എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ രൂപത്തിലല്ല കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ പുത്രനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം, മനുഷ്യന്റെ പുത്രനാണെന്ന്. പക്ഷെ നിങ്ങൾ ദൈവപുത്രന്മാർ എന്ന് പറയുക. എന്തുകൊണ്ടെന്നാൽ ഒരു സിംഹത്തിന്റെ കുട്ടി ആ സിംഹത്തെ പോലെയാകും. എന്തുകൊണ്ടെന്നാൽ നീതിക്ക് വേണ്ടിയിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ വീണ്ടും ജനം സ്വർഗത്തിൽ നിന്ന് ആയി എന്ന് മുന്നോട്ട് എഴുതിയിരിക്കുന്നു. രക്ഷയ്ക്കായി വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്തിരുന്നുവല്ലോ. യെശയ്യാവ് 28:16.
അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. വിശ്വസിക്കുന്നവർ ഒരിക്കലും ഭ്രമിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്നവർ ഒരിക്കലും ഓടിപ്പോകുകയില്ല. അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ എത്രയധികം വിശ്വസിക്കുന്നു അത്രയധികം ഞാൻ എൻ്റെ ഒരു തീരുമാനങ്ങളും എടുത്തു ചാടി ചെയ്യുകയില്ല. വീണ്ടും നമുക്ക് റോമർ 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ വായിക്കാം. യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ PDF ഫയലിൽ വെച്ചിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങളൊന്ന് കാണുക. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജീവന്റെ പ്രമാണത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഷിംലയിൽ കണ്ട കുറച്ച് നായ്ക്കളുടെ പടമാണ്. ഷിംലയിലുള്ള നായ്ക്കളാണിത്. ഞാനൊരു കാര്യം കണ്ടു, ബോംബെയിലുള്ള നായ്ക്കൾക്ക് ഇത്ര അതിന്റെ ശരീരത്തിൽ രോമം ഉണ്ടാകാറില്ല, പക്ഷെ എത്രയധികം ഷിംലയിലുള്ളത് പോലെ. ഇത് രണ്ടാമത്തെ നായാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയധികം നായ്ക്കളുണ്ടോ. അതെല്ലാം ഉറങ്ങുകയാണ്, അവർ വിശ്രമിക്കുകയാണ്, അവർ വെയിലിന്റെ ആനന്ദം എടുക്കുകയാണ്. ഇത് വളർത്തുന്ന നായ്ക്കളല്ല, ഇത് പുറത്ത് അലയുന്ന നായ്ക്കളാണ്. ഞാൻ വളരെ ശ്രദ്ധയോടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ നായ്ക്കൾക്കെല്ലാം വളരെയധികം രോമമുണ്ട് ഇതിന്റെ ശരീരത്തിലെല്ലാം. താഴെ നമുക്ക് നോക്കാം അടുത്ത നായയെയും. ഞാൻ കണ്ട എല്ലാ നായ്ക്കളുടെയും ശരീരത്തിൽ നിറച്ചും രോമമുണ്ട്. ഇത് കുറച്ച് ഫോട്ടോയാണ് കുതിരയോടൊപ്പം ഉള്ളത്. ഞങ്ങളൊരു മലയിൽ ആയിരുന്നു. ഞങ്ങൾ ആ മലയിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ കുതിരയുടെ മുകളിലിരുന്ന്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഇപ്പോൾ സമയമാണ്, ചൂടിന്റെ സമയമാണ്. അപ്പോൾ ഈ കുതിരയുടെ ശരീരത്തിലുള്ള രോമങ്ങൾ അത് പൊഴിയാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ കാലാവസ്ഥ മാറി ചൂട് വരികയാണ്. അവരെന്നോട് പറഞ്ഞു, തണുപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെത്താൻ അതിന്റെ ശരീരത്തിൽ രോമം പിന്നെയും വർദ്ധിക്കാൻ തുടങ്ങും. അവരെന്നോട് പറയാൻ തുടങ്ങി, എങ്ങനെയാണ് ദൈവം ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. തന്നെത്താൻ അതിന്റെ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ടാവുകയാണ് ചൂട് വരുമ്പോഴും തണുപ്പ് വരുമ്പോഴും. അപ്പൊ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, കാര്യത്തെക്കുറിച്ച്, ആ വ്യവസ്ഥയെക്കുറിച്ച്, ആ നിയമത്തെക്കുറിച്ച്, ആ പ്രമാണത്തെക്കുറിച്ച്, തന്നെത്താൻ അതിന്റെ ശരീരത്തിൽ ഇത്രയധികം രോമമുള്ളതിനെ കുറിച്ച്. എന്തുകൊണ്ടെന്നാൽ അത് തണുപ്പുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ബോംബെയിൽ ഇങ്ങനെയുള്ള നായ്ക്കളെ കാണാൻ സാധിക്കില്ല ഇത്രയധികം രോമമുള്ളത്. എന്തുകൊണ്ടെന്നാൽ അവിടെ ചൂടാണ്. ഇങ്ങനെയുള്ള സാധാരണ നായ്ക്കളെ നിങ്ങൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ തന്നെത്താൻ രോമം വളരാൻ തുടങ്ങും. ഇത് വേറൊരു ഫോട്ടോയാണ്. ഇത് മറ്റൊരു കുതിരയുടെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് അധികം രോമമില്ല ഇതിന്റെ ശരീരത്തിൽ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ചൂടാണ്. അവരെന്നോട് പറഞ്ഞു, തണുപ്പ് വരുന്നതിനനുസരിച്ച് അതിന്റെ ശരീരത്തിൽ രോമം വർദ്ധിക്കാൻ തുടങ്ങും. ഞാൻ ഈ ഫോട്ടോകളിലൂടെ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിച്ചതെന്നാൽ, അതിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമമുണ്ട്, ഒരു പ്രമാണമുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നത്, അതിനെ അങ്ങനെ ആക്കി തീർക്കുന്നത്. മറ്റൊരു കാലാവസ്ഥയിൽ അത് വളരുവാനും അത് മാറുവാനും ഇടയായിത്തീരുന്നു. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഒരിക്കലും ഒരു നായ രാവിലെ എഴുന്നേറ്റ് പറയത്തില്ല, എനിക്ക് ചൂടിന് വേണ്ടി എന്റെ ശരീരത്തിൽ രോമം വേണം എന്നത് പറയാറില്ല. ഇത് സ്വാഭാവികമായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രമാണം അതിന്റെ ശരീരത്തിൽ അതിന്റെ രോമത്തെ വളർത്തുകയും അതിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. അതൊരു നിയമമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എത്രയധികം നായ്ക്കളെ ഷിംലയിൽ കണ്ടു. അതെല്ലാം ഉറങ്ങുകയായിരുന്നു, അതെല്ലാം വിശ്രമിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് ആ നിയമത്തെക്കുറിച്ച്, ആ പ്രമാണത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് തന്നെത്താൻ അതിന്റെ ജീവിതത്തിൽ ആ കാര്യങ്ങളെ അത് പൂർത്തീകരിക്കും. എനിക്കറിയാം, എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട് സ്വർഗരാജ്യത്തിൽ അധികാരത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നുവെന്ന്, അതിനെക്കുറിച്ച് പറയുന്നുവെന്ന്. പക്ഷെ യേശു എന്നെ ഒരു പുതിയ സത്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അവൻ എന്നെ പഠിപ്പിച്ചു, വിശ്രമത്തിലായിരിക്കുക നിന്റെ സ്വർഗീയ സ്വഭാവത്തിൽ, അധികാരത്തിലല്ല. ഈ കാര്യത്തെ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കുറച്ചധികം അധികാരങ്ങളെ കുറിച്ച് വചനത്തിൽ നമുക്ക് നോക്കാം. യേശു തന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കുക. സൂപ്പർമാൻ എന്ന് പറയുന്നത് അതൊരു വേറൊരു ജാതിയിൽ നിന്നുള്ളതാണ്, അതൊരു വേറൊരു ലോകത്ത് നിന്ന് വന്നതാണ്. ഞാനത് ഉദാഹരണമായിട്ട് പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതിനുള്ള ശക്തിയും അധികാരവും അതൊരിക്കലും സ്വന്തം ശരീരത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ആവശ്യമില്ല. അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി. ഏറ്റവും വലിയ നുണ, വ്യാജം എന്ന് പറയുന്നത്, അത് വിശ്വസിക്കാൻ ഇടയുള്ള ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത് അത് രോഗിയാകാം എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുള്ള അധികാരം അത് തന്നെത്താൻ ഉപയോഗിക്കേണ്ടി വരും.
എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഉള്ളിലുള്ള രക്തം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്. അത് വേറൊരു ലോകത്തു നിന്ന് വന്നതാണ്. അതിന്റെ ശരീരത്തെക്കുറിച്ചുള്ള അതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദൈവപുത്രൻ ദൈവത്തെ പോലെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. യേശു സ്വന്തം അധികാരം സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം ദൈവത്തിൽ നിന്നാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിലുള്ള അധികാരം അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇതിന്റെ അർത്ഥം ഇതാണ്: പ്രിയ ഭൂതങ്ങളെ പുറത്താക്കും. വേറൊരു വ്യക്തി ദുഷ്ടാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ദുഷ്ടാത്മാവിനെ പുറത്താക്കും. പുതുഭാഷകളിൽ സംസാരിക്കും. ഞാൻ പുതിയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഞാൻ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മുന്നോട്ട് വായിക്കുക. ഇത് എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. എന്തുകൊണ്ട്? ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു വ്യത്യസ്തമായ ജീവന്റെ പ്രമാണം എന്നിൽ പ്രവർത്തിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്തെങ്കിലും പ്രാണനാശകമായ വസ്തു ഞാൻ കുടിച്ചാലും എനിക്കൊന്നും സംഭവിക്കില്ല. ഇതിന്റെ അർത്ഥം ഞാൻ വാക്സിൻ എടുത്താലും എനിക്കൊന്നും എന്റെ ജീവിതത്തിലൊന്നും ഉണ്ടാവുകയില്ല. മനുഷ്യര് അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് വിഷമിക്കാറുണ്ട്. പക്ഷെ ഒരു പുത്രനെ അവന്റെ ജീവൻ ആത്മാവിന്റെ മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. അവനൊരു വ്യത്യാസം ഉണ്ടാവുകയില്ല. സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും ആത്മാവിൽ നിന്നാണ് നിങ്ങളുടെ ജീവൻ വരുന്നത്. അത് വാക്സിനിലൂടെ അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. എഴുതിയിരിക്കുന്നു, പുത്രനിൽ പിതാവിലുള്ളതുപോലെ അതേ ജീവൻ പുത്രനിൽ വസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ കഴിക്കുന്ന റൊട്ടിയിലൂടെയല്ല എനിക്ക് ജീവൻ കിട്ടുന്നത്. ഞാൻ വാക്സിൻ എടുത്താലും ഇല്ലെങ്കിലും എന്റെ ജീവൻ പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കും. മുന്നോട്ടുള്ള വചനത്തിൽ എഴുതിയിരിക്കുന്നു, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അതിന്റെ അർത്ഥം ഒരു നിയമം അത് എന്നിൽ പ്രവർത്തിക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അതിന്റെ അർത്ഥം ഞാൻ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും രോഗിയായാൽ നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കുക. ഇതിന്റെ അർത്ഥം ഇതാണ്. യാക്കോബ് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും രോഗിയായാൽ അത് നിങ്ങൾക്ക് ഒരു സാധാരണ കാര്യമല്ല. എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്ന്. നിങ്ങൾക്കറിയാമോ ദൈവികമായ ആരോഗ്യം നിങ്ങളിലുള്ളത്? അതിൽ ഒരു ദോഷം നിരൂപിക്കുന്ന ഹൃദയത്തിൽ ഒരു ബന്ധമുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ എത്രയധികം ആ സത്യത്തിൽ വിശ്വസിക്കുന്നുവോ, നിങ്ങൾ ലഹുവിൽ രക്തത്തിലൂടെ ജനിച്ചതാണ് എന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ രാജ്യത്തിലേക്ക് വന്നപ്പോൾ വളരെ അത്ഭുതകരമായ രീതിയിൽ എനിക്ക് ദൈവം സൗഖ്യം തന്നു. ഞാൻ സഭയോട് ചേർന്നു. ആ സമയം വീണ്ടും ഞാൻ രോഗിയാവാൻ തുടങ്ങി. അതിൽ നിന്ന് ഞാൻ പുറത്താകാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം രോഗിയാകാൻ തുടങ്ങി. അതിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നു എനിക്ക്. ദോഷം നിരൂപിക്കുന്ന ഹൃദയം നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വചനം പറയുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ടെന്നാൽ നിയമത്തിന്റെ ശുശ്രൂഷ ദോഷം നിരൂപിക്കുന്ന ഹൃദയം നമ്മൾ ഒഴിവാക്കും. അത് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എന്റെ തീരുമാനം എന്താണ്? ഒരു സഭ നിങ്ങളെ ജീവന്റെ വാക്കുകൾ പഠിപ്പിക്കുന്നില്ല എങ്കിൽ അതിൽ നിന്ന് മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെ ദോഷം നിരൂപിക്കുന്ന ഹൃദയത്തിലേക്ക് നിങ്ങളെ ഇടുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് ജീവൻ തരുന്നില്ല എങ്കിൽ. ഞാനും അതുപോലെ പുറത്തു വന്നതാണ്. ഞാൻ 7 വർഷമായിട്ട് അങ്ങനെ ഒരു സഭയിലായിരുന്നു. ഞാനും അങ്ങനെ വെളിയിൽ വന്നു. 7 വർഷമായിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു സഭയിലല്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ജീവനെ കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ലായിരുന്നു. അവിടെ ഇതായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ ദോഷം നിരൂപിക്കുന്ന ഹൃദയത്തെക്കുറിച്ച്. പിന്നെ ഞാൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോ 7 വർഷമായിട്ട് ഞാൻ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ ഇടയായി തീർന്നു. ദൈവം എന്നെ ഒരു ചെറിയ കൂട്ടത്തിനോട് കൂടെ എന്നെ കൂട്ടി. നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ബന്ധുക്കാരോ അവിടെ പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ല അവരോട് കൂടെ കൂടണമെന്നുള്ളതിൽ. ആ സഭ നിങ്ങളെ ജീവൻ പഠിപ്പിക്കുന്നില്ല എങ്കിൽ അതിന്റെ ഭാഗമാകാതിരിക്കുക. എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും അത് സത്യമാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം അത് ജീവനുള്ളതാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, അതിൽ കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ തന്നെത്താൻ അവർ ചതിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്, അതിന് മനസ്സിലാവുന്നില്ല, ഇവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. നിങ്ങളുടെ മുഴുവൻ ശരീരവും ഭ്രമിച്ചു പോകുവാനിടയാവും. യേശു ഒരിക്കലും സ്വന്തം തിരിച്ചറിവിനെ കുറിച്ച് അവൻ ഭ്രമിക്കുന്ന ഒരാളല്ല. അവൻ ശിഷ്യന്മാരോട് കൂടെ പോയി അവരോട് കൂടി ഇരിക്കുമ്പോൾ അവൻ അറിയാം അവൻ എവിടെ നിന്നുള്ളതാണെന്ന്.
ലൂക്കോസ് 10:17. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഇത് യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള കാര്യമാണ്. പക്ഷെ അവന്റെ ശിഷ്യന്മാർക്ക് അധികാരത്തെ കൊടുത്തു. നിങ്ങൾ പുറത്തു പോയി എന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത് ക്രൂശിൽ പോകുന്നതിന് മുമ്പ് അവർക്ക് അധികാരം കൊടുത്തതാണ്. യേശുവിന്റെ നാമത്തിൽ. യേശു എന്നിലുണ്ട് എന്നുള്ള വെളിപ്പാട് അത് ആർക്കാണ് ലഭിച്ചത്? അത് പൗലോസിന് ലഭിച്ചു. യേശുവിന്റെ ശിഷ്യന്മാർ അവർ പുറത്തുപോയി യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു. അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോയി. അതുകൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും, അപ്പോസ്തല പ്രവൃത്തിയിലും പത്രോസ് യേശുവിന്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പൗലോസിനൊരു വേറെ വെളിപ്പാട് ലഭിച്ചു. പൗലോസിന് വെളിപ്പാട് ലഭിച്ചു, യേശു ഇപ്പോൾ എന്നിലാണുള്ളത്. അതുകൊണ്ട് ആ വെളിപ്പാട് യേശു എന്നിലുണ്ട് എന്നുള്ളത് അതെന്തുകൊണ്ട് പൗലോസിന് ലഭിച്ചു എന്നാൽ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ ശരീരത്തിൽ സമയം ചെലവഴിച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ശിഷ്യന്മാർ ആ കാര്യങ്ങൾ യേശു ക്രൂശിൽ പോകുന്നതിന് മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ ആണ് അവർ യേശു ക്രൂശീകരണത്തിന് ശേഷവും അവരതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിൽ വ്യത്യാസമുണ്ട്. പത്രോസ് ചെയ്യുന്നതും പൗലോസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പിൻ. മുന്നോട്ട് വായിക്കാം. 2 പത്രോസ് 1:2. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. ഇതിന്റെ അർത്ഥം ഇതാണ്, ലോകത്തിൽ അങ്ങനെയുള്ള ഒരു ചക്രമുണ്ട്, അങ്ങനെ നാശമുണ്ട്. ഇതിൽ നിന്നെല്ലാം വേറിട്ട് ഞാൻ എന്നെ തന്നെ കാണുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ. എപ്പോഴും ഞാൻ ആരാണെന്നുള്ള ഓർമ്മയിൽ അത് മറക്കാതെ എപ്പോഴും ഇരിക്കുക. മുന്നോട്ട് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം. മെലീത്ത ദ്വീപിൽ പൗലോസ്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ പൗലോസ് എന്താണ് അവിടെ ചെയ്തത്? അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. പൗലോസിനെ പാമ്പ് കടിച്ചതിന് ശേഷം പൗലോസ് തന്നെത്താൻ യേശുവിന്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഈ വിഷം എന്നിൽ പ്രവർത്തിക്കരുത് എന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല, അവൻ അങ്ങനെ ചെയ്തില്ല. അവൻ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു, അതിനെ ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. അവൻ വീണ്ടും അവന്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ട്? അവന്റെ ജീവിതത്തിൽ വേറൊരു നിയമം പ്രവർത്തിക്കുന്നു. അതവൻ അറിയാമായിരുന്നു. സൂപ്പർമാൻ എത്രയധികം ശക്തി ഉണ്ടെങ്കിലും അത് അവന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് ചെയ്യേണ്ടത് എന്ന് അവനറിയാം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റുകയില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി, അവനൊരു ദേവനാണ്. അവനല്ലേ ദേവനെ പോലെയാണ്. ദേവനെ പോലെ ഉള്ളവർക്ക് ഒരിക്കലും രോഗം വരികയില്ല. എനിക്കും നിങ്ങളുടെയും കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ, നമ്മൾ ആരെ പോലെയുള്ളവനാണ്, നമ്മൾ ആരിലൂടെയാണ് വീണ്ടും ജനിച്ചത് എന്നുള്ള കാര്യം. വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആദമിനൊരു വംശാവലി ഉണ്ടായിരുന്നു. ഇപ്പോൾ യേശുവിനും ഒരു വംശമുണ്ട്. യേശുവിനും വംശാവലിയുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത്, വ്യാജം എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി എൻ്റെ അധികാരത്തെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. എനിക്ക് വിശ്രമിക്കുക മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിൽ
എൻ്റെ ഉള്ളിലുള്ള ജീവന്റെ നിയമം എന്ന് പറയുന്നത്, പ്രമാണം എന്ന് പറയുന്നത്, അത് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവന് ആ വെളിപ്പാടുണ്ടായിരുന്നു, യേശു എന്നിലുണ്ട് എന്നുള്ളത്. പക്ഷെ മറ്റുള്ള ശിഷ്യന്മാർ അവർ ആ വെളിപ്പാടിലേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ പുസ്തകങ്ങളിലൂടെയും നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് വചനം എടുത്തിട്ട് പറയാം, ഇതിങ്ങനെയല്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ പറയും. പക്ഷെ നിങ്ങൾക്ക് നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാവരും അവർ ആത്മാവിൽ ആ തിരിച്ചറിവിൽ അവർ വളരുകയായിരുന്നു. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്ത് വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. അതുകൊണ്ട് ഇപ്പോൾ എന്നിലുള്ള എല്ലാ അധികാരങ്ങളും അത് എനിക്ക് വേണ്ടിയിട്ടല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവർ രാജ്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ തിരിച്ചറിവിനെ കുറിച്ച് നമ്മൾ അവരോട് പറയുമ്പോൾ, നിങ്ങളൊരു പുത്രനാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വേറൊരു നിയമം, ഒരു വ്യവസ്ഥ, ഒരു പ്രമാണം നിങ്ങളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ വിശ്രമിക്കാൻ അവർ പഠിക്കുന്നു. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറെ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. പൗലോസ് എന്താണ് ചെയ്തത്? അവൻ ആ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. ഒരു സമയമുണ്ടായിരുന്നു, എൻ്റെ മുടി ഒരുപാട് പൊഴിയുകയായിരുന്നു. അപ്പോൾ ആൾക്കാർ എന്നോട് ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുകയായിരുന്നു ഞാൻ എൻ്റെ വെളിപ്പാടിൽ അധികം അതിനെ വളർത്തണമെന്ന്. എനിക്ക് ലഭിച്ചതെല്ലാം അധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതായിരുന്നു. ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നാൻ തുടങ്ങി എൻ്റെ ശരീരത്തിൽ ഞാൻ അധികാരം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെന്ന്. പക്ഷേ ഒരു സ്വപ്നത്തിലൂടെ യേശു എനിക്കൊരു ദർശനം തന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ യേശുവിനെ കണ്ടപ്പോൾ, ഞാൻ അവനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നെ തന്നെ അവനിൽ കാണുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എന്നെ പോലെ തന്നെ കണ്ണ്, മൂക്ക്, കവിള്, എൻ്റെ സ്കാർഫ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. യേശുവിനോട് കൂടെ ഒന്നായവൻ, അവൻ യേശുവിന്റെ ആത്മാവിനോട് കൂടെ ഒന്നാണ്. ഞാൻ അവനെ നോക്കുമ്പോൾ അവൻ എന്നെ നോക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു അവൻ എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്. എൻ്റെ അറിവിന്റെ കണ്ണ്, എൻ്റെ ആത്മീയ കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ യേശുവിനെ നോക്കിയപ്പോൾ അവന് ഒരുപാട് മുടിയുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ എനിക്ക് ഒരു അധികാരത്തെക്കുറിച്ചും എന്നോട് പറഞ്ഞില്ല. ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഇത് നിന്റെ സ്വഭാവത്തിലേ ഇല്ല, ഈ സത്യമാണ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നത്. ആ കാര്യത്തെ അവൻ എന്നെ പഠിപ്പിച്ചപ്പോൾ, ഒരു നിയമമുണ്ട് നിന്റെ ശരീരത്തിൽ തന്നെത്താൻ പ്രവർത്തിക്കുന്ന ഒരു പ്രമാണമുണ്ട്, അതിലൊരു ദോഷവും എനിക്ക് വരികയില്ല എന്നുള്ളത്. ഇതെപ്പോഴാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതെന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ പഠിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ശബത്തിനെ കുറിച്ച്, ശബത്തിന്റെ ദിവസം ഉണ്ടായ അത്ഭുതങ്ങളെ കുറിച്ച്, അതിൽ വിശ്വാസത്തിന്റെ ഒരു വർണ്ണനയുമില്ലായിരുന്നു. അത് അവന്റെ വിശ്വാസമായിരുന്നു അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവന്റെ വിശ്വാസം എങ്ങനെയുള്ളതായിരുന്നു? അവർക്ക് വിശ്രാമത്തിൽ ഇരിക്കേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങൾ എത്രയധികം വിശ്രമത്തിൽ ഇരിക്കുന്നുവോ? യേശു, ഞാൻ അങ്ങയുടെ കുടുംബത്തിന്റെ അംഗമാണ്, എൻ്റെ ജനനം സ്വർഗത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ല കാണുന്നതെങ്കിൽ, നിങ്ങൾ വിശ്രമിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമോ, അത് ജീവന്റെ പ്രമാണം, ആ നിയമം നിങ്ങളിന്റെ അകത്തു നിന്ന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ അപ്പോൾ എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി. എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു സൗഖ്യം ലഭിക്കുന്നതിൽ നിന്നും മാറി ഒരു വിശ്രമത്തിലേക്ക് അത് മാറുവാനിടയായി. ഞാനൊരു അധികാരം അവിടെ ഉപയോഗിച്ചില്ല. ഞാൻ അപ്പോൾ വിശ്രമിക്കാൻ പഠിക്കുക മാത്രം ചെയ്തു. ഞാൻ ആ സത്യത്തിൽ ഞാൻ അവനിൽ നിന്നും വീണ്ടും ജന്മം പ്രാപിച്ചതാണെന്നുള്ള അതിൽ വിശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ പുതിയ സൃഷ്ടിയാണെന്നുള്ളതിൽ, അപ്പോൾ ആ നിയമം എന്നിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കാണുവാനിടയായി. ഞാനിവിടെ മലകളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഷിംലയിൽ ഇവിടെ വന്നപ്പോൾ, ഇവിടെ രാവിലെ ചൂടും രാത്രിയിൽ തണുപ്പുമാണ്. ഞാനപ്പോൾ ശരീരത്തെ കണ്ടു, പനിയുടെ ലക്ഷണം എൻ്റെ ശരീരത്ത് കണ്ടു. ഞാൻ എൻ്റെ റൂമിൽ എത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു. ഞാൻ ഉറങ്ങാൻ പോയപ്പോൾ ഞാൻ വിശ്രമിച്ചു. ഞാനൊരു സത്യം പറഞ്ഞു, പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ ഉള്ളിലുണ്ട്.
അങ്ങിലൂടെ എൻ്റെ ശരീരത്തിൽ ജീവൻ ലഭിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഉറങ്ങാൻ പോയപ്പോൾ ഞാൻ ഈ ചിന്തയോടെ ഞാൻ വേറൊരു രാജ്യത്തു നിന്നുള്ളതാണ്, ആ നിയമം എന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള, അത് എൻ്റെ സ്വഭാവത്തിലുള്ളതല്ല. എന്റെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ സ്വഭാവത്തിൽ രോഗം ഉണ്ടാകുന്ന ഒരു കാര്യമേ ഇല്ല. അവൻ വേറൊരു രാജ്യത്തു നിന്നുള്ളതാണ്. നായ കുരയ്ക്കും, എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ സ്വഭാവത്തിലുള്ളതാണ്. ഒരിക്കലും സിംഹം കുരയ്ക്കത്തില്ല, അത് ഗർജിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അതെന്തിന്റെ സ്വഭാവമാണ്. അതുപോലെ നിങ്ങളുടെ അകത്തൊരു സ്വഭാവമുണ്ട്, ഒരു സ്വർഗീയ സ്വഭാവം. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് കാണുവാനിടയിൽ എല്ലാ പനിയും എന്നിൽ നിന്ന് മാറിപ്പോയി. ഞാൻ പഠിക്കുകയാണ്, എല്ലാ കാര്യത്തിലും ഞാൻ മനുഷ്യനെ പോലെയാണ് കാണാനെങ്കിലും, പക്ഷെ ഞാൻ മനുഷ്യജാതിയിൽ നിന്നുള്ളതല്ല, ഞാൻ സ്വർഗജാതിയാണ്. അതിൽ ഞാൻ വിശ്വസിച്ച് അതിൽ വിശ്രമിക്കുകയാണ് ഈ തിരിച്ചറിവിൽ. നിങ്ങൾക്ക് തോന്നും നിങ്ങളൊരു യുദ്ധത്തിനായി പോവുകയാണ് എന്ന്. പക്ഷേ അവൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്: സ്ഥിരതയോടെ നിൽക്കുക, വിശ്രമിക്കുക, ഓർ നിലനിൽക്കുക ഈ സത്യത്തിൽ. പലപ്പോഴും ഇത് പറയേണ്ട ആവശ്യം പോലും നിങ്ങൾക്കില്ല. ആരോ എന്നോട് സാക്ഷ്യം പറഞ്ഞു, പുത്രൻ ഒരു കാര്യവും നഷ്ടപ്പെടുകയില്ല എന്ന്. എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് നഷ്ടപ്പെട്ടിരുന്നു എന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ തിരിച്ചറിവിലാണ് പുത്രൻ ഒന്നും നഷ്ടപ്പെടുകയില്ല എന്നുള്ളത്. അത് അവനിലേക്ക് തിരിച്ചു വരുവാനിടയായിത്തീരും. ഇത് നമ്മുടെ തിരിച്ചറിവിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ദൈവപുത്രൻ രോഗിയാവുകയില്ല. ദൈവപുത്രന്മാർ എപ്പോഴും ഈ ലോകത്തിന്റെ നിയമങ്ങളുടെ മുകളിലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആ പിതാവ് ആ പുത്രന്റെ ഇച്ഛയെ, ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു സർക്കാരിനെ പോലെ കാണുക. നിങ്ങൾ ഒരു ആഗ്രഹം വയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാവുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു സഭ എന്ന് പറയുന്നത്, സഭയുടെ കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു അധികാരത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വചനത്തിൽ നമ്മൾ കണ്ടു, നമ്മളൊരു നല്ല രീതി നമ്മൾക്ക് ലഭിക്കുവാനിടയായി. നല്ല രീതി ഇതാണ്. പിതാവ് നിങ്ങളോട് പറയാണ്, എന്തുകൊണ്ട് നിങ്ങൾ വിശ്രമിക്കുന്നില്ല നിങ്ങളുടെ ദൈവിക സ്വഭാവം നിങ്ങളിലുള്ളതിൽ? അപ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കും. നിങ്ങൾ ഒരിക്കലും പൗലോസിനെ അധികാരം തന്നെത്താൻ സ്വന്തമായി ഉപയോഗിക്കുന്ന നിങ്ങൾ കാണാനിടയാകുകയില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവൻ അവന്റെ തിരിച്ചറിവിൽ ശാന്തമായിരിക്കുകയാണ്. നമുക്ക് എത്രയധികം അധികാരമുണ്ടോ അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ ദൈവിക സ്വഭാവത്തിൽ വിശ്രമിക്കാൻ പഠിക്കുകയാണ്. നമ്മൾ എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിൽ വിശ്രമിക്കാൻ പഠിക്കുന്നോ, എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിൽ നിങ്ങൾ വിശ്രമിക്കാൻ പഠിക്കുന്നോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിതാവിന്റെ ജീവൻ നിങ്ങളുടെ അകത്തുള്ള ആ ജീവൻ എല്ലാ രോഗങ്ങളെയും നിങ്ങൾ അകറ്റി നിർത്തും. ആ ജീവൻ അവൻ നിങ്ങളുടെ ശരീരത്തിന് തരുവാനിടയാവും. ആ ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ വരുന്നതിനെ പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും വിശ്രമത്തിലും. മീറ്റിംഗ് ഇവിടെ തീർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, നന്ദി പറയാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഉന്നതിക്കായി പ്രാർത്ഥിക്കാം, നന്ദി പറയാം. നമുക്ക് ലഭിച്ച ആത്മീയ ഉന്നതിക്കായും നമ്മുടെ പ്രാണനിലും അറിവിലും വന്നതിനെ ഓർത്ത് അതിന്റെ സ്തോത്രകാഴ്ച നമുക്ക് അർപ്പിക്കാം. പിതാ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ഈ ജീവനായിട്ട്. യേശു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. ഇപ്പോൾ നമുക്ക് നന്ദിയുടെ കാഴ്ച അർപ്പിക്കാം. ഞങ്ങൾക്ക് ആത്മീയ ജീവിതത്തിലും പ്രാണനിലും അറിവിലും ഞാൻ ആരാണെന്നതിലുള്ള എനിക്ക് ലഭിച്ച എല്ലാത്തിൻ്റെയും. Even as we're learning to rest, the law of life that is in us, Father, in us, law of life is giving life to their mortal bodies, is giving life to everything around them, even as they're coming into deeper rest. In Jesus' name, amen.